പാലക്കാട്, കോഴിക്കോട്, കാസർഗോഡ്, ആലപ്പുഴ ഈ ജില്ലകളിലൊന്നും ഒന്നാം റാങ്കുകാർക്ക് പോലും ഇതുവരെ നിയമനം കൊടുത്തിട്ടില്ല എന്നുള്ളത് ഈ ഒരു സംവിധാനത്തിൻ്റെ പിടിപ്പുകേട് തന്നെയാണ്. പിന്നെ ആരെയാണ് ഇവിടെ ബോധിപ്പിക്കുന്നത്, ആർക്കു വേണ്ടിയാണ് പരീക്ഷ നടത്തുന്നത് എന്ന് PSCക്കെതിരെ തന്നെ ചോദ്യമുയരുകയാണ്. ഈ 1:25 എത്രയും പെട്ടെന്ന് നടപ്പിലാക്കാനുള്ള ഒന്നും തന്നെ എന്ത് ചെയ്യുന്നില്ല സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്. അവരുടെ പോസ്റ്റ് പോയപ്പോൾ അവരെ പുനർവിന്യസിച്ചത് സർക്കാർ സ്കൂളുകളിലേക്കാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്കാവാം, തിരിച്ച് അങ്ങോട്ടേക്ക് ഒരു നിയമനം പോലും നടത്താൻ പാടില്ല എന്ന് പറയുന്നത് അവർ പഠിച്ച് രാപ്പകലുകൾ കളഞ്ഞ് അത്രത്തോളം കഠിനാധ്വാനം ചെയ്ത് വന്നിട്ട് അവർക്ക് ജോലിയില്ല എന്ന് പറയുമ്പോൾ അവർ പലരും സൂയിസൈഡിനെ കുറിച്ച് വരെ ആലോചിക്കുന്നു എന്നുള്ള അവസ്ഥയിലാണ്. നമ്മുടെ PSCയിലേക്ക് വരുന്നില്ല. തികച്ചും 100 ചോദ്യങ്ങൾ തയ്യാറാക്കാൻ പോലും, ശരിയായ 100 ചോദ്യങ്ങൾ ശരിയാക്കാൻ പോലും നമ്മുടെ PSCയിൽ ഇപ്പോൾ ആളില്ല എന്നുള്ളതാണ്. അപ്പോൾ പിശകില്ലാത്ത 100 ചോദ്യങ്ങൾ പോലും തയ്യാറാക്കാൻ ഇപ്പോഴത്തെ PSCക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് കഴിവുകേട് തന്നെയാണ്. നമസ്കാരം. LPSC റാങ്ക് പട്ടികയിൽ വന്ന ഉദ്യോഗാർത്ഥികളുടെ സമരം 20 ദിവസത്തോളം പിന്നിടുകയാണ്. എന്തായാലും ഉദ്യോഗാർത്ഥികളുടെ എണ്ണം ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം നിരവധി ജില്ലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ ഒഴുക്കാണ് തലസ്ഥാനത്തെ സെക്രട്ടേറിയറ്റിലേക്ക് മുൻപിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ഭരണകാലത്ത്, അതായത് LDF ഭരണകാലത്ത് ഇവിടെ CPO റാങ്ക് പട്ടികയിൽ വന്ന ഉദ്യോഗാർത്ഥികളുടെ സമരം നടന്നിരുന്നു. ആ ഒരു സമരത്തിൽ വന്ന, അതായത് PSC കോച്ചിങ് നടത്തുന്ന കേരളത്തിലെ പ്രമുഖ അധ്യാപകനായ മൻസൂർ അന്ന് ഇവിടെ വന്നിരുന്നു. മൻസൂർ മാസ്റ്റർ വന്നിരുന്നു. സമാനമായ രീതിയിൽ LPSC റാങ്ക് പട്ടികയിൽ വന്ന ഉദ്യോഗാർത്ഥികളെ കാണുവാനും അവർക്ക് ഐക്യദാർഢ്യം പങ്കുവയ്ക്കുവാനുമായി മൻസൂർ മാസ്റ്റർ നിലവിലിപ്പോൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. അദ്ദേഹം പഠിപ്പിച്ച ഉദ്യോഗാർത്ഥികൾ അടക്കം ഇതിലുണ്ട് എന്നാണ് നമുക്ക് വ്യക്തമാകാൻ സാധിക്കുന്നത്. എന്തായാലും അദ്ദേഹം തന്നെ ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കുകയാണ്. മൻസൂർ മാഷെ, താങ്കൾ പഠിപ്പിച്ച ഉദ്യോഗാർത്ഥികളുണ്ട് അവിടെ? അതെ, നമ്മൾ പഠിപ്പിച്ച കുട്ടികളെ ഇങ്ങനൊരു സമരാവസ്ഥയിൽ കാണുക എന്ന് പറയുന്നത് വളരെ സങ്കടമാണ്. കാരണം വെച്ചാൽ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്തും ഇവരിതേപോലെ ഇവിടെ കുത്തിയിരുന്ന് സമരം ചെയ്തായിരുന്നു. മുട്ട് കുത്തിയിട്ടും ചോര ഒലിപ്പിച്ചും ഒക്കെ കണ്ടവരെ വീണ്ടും ഇതേ ഒരു സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്ത് കാണുക എന്ന് പറയുന്നത് വളരെ സങ്കടകരമാണ്. കാരണം ഈ 1 വർഷം കഴിഞ്ഞിട്ടും ഇപ്പോൾ 2ാം വർഷത്തിൽ ഓടിക്കൊണ്ടിരിക്കുക. ആകെ 3 വർഷമേ കാലാവധിയുള്ളൂ. പാലക്കാട്, കോഴിക്കോട്, കാസർഗോഡ്, ആലപ്പുഴ ഈ ജില്ലകളിലൊന്നും ഒന്നാം റാങ്കുകാർക്ക് പോലും ഇതുവരെ നിയമനം കൊടുത്തിട്ടില്ല എന്നുള്ളത് ഈ ഒരു സംവിധാനത്തിൻ്റെ പിടിപ്പുകേട് തന്നെയാണ്. കാരണം ഒരു ലിസ്റ്റ് ഇട്ടിട്ട് 1 വർഷമായിട്ടും അല്ലെങ്കിൽ 1.5 വർഷം ആവാൻ നേരത്തും ഒന്നാം റാങ്കുകാരന് പോലും നിയമനമില്ല. പിന്നെ ആരെയാണ് ഇവിടെ ബോധിപ്പിക്കുന്നത്, ആർക്കു വേണ്ടിയാണ് പരീക്ഷ നടത്തുന്നത് എന്ന് PSCക്കെതിരെ തന്നെ ചോദ്യമുയരുകയാണ്. സംവിധാനത്തിൽ തീർച്ചയായും റിപ്പോർട്ടുകൾ നികത്തിക്കൊണ്ട്, അതായത് റിപ്പോർട്ടുകൾ എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം, ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം ഇതുവരെ ആയിട്ടില്ല. ഇപ്പോഴും ഈ പറയുന്ന പോലെ പഴയ പോലെ തന്നെ 3 ആഴ്ച എന്നൊക്കെ പറയുമെങ്കിലും റിപ്പോർട്ടുകൾ പെട്ടെന്ന് ഇങ്ങോട്ട് ഒഴിവുകൾ എന്ത് ചെയ്യുന്നില്ല, റിപ്പോർട്ട് ചെയ്യുന്നില്ല. പിന്നെ ഈ 1:25 പരിഗണനയിലുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ LP സ്കൂളിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് 30 കുട്ടികൾക്ക് ഒരു ടീച്ചർ എന്നുള്ളതാണ്. അത് കുറച്ച് കഴിഞ്ഞാൽ ഈ പോസ്റ്റ് നഷ്ടപ്പെടുന്ന അധ്യാപകരെ എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. അതും പരിഗണനയിൽ എന്ന് പറയുകയല്ലാതെ ഈ 1:25 എത്രയും പെട്ടെന്ന് നടപ്പിലാക്കാനുള്ള ഒന്നും തന്നെ എന്ത് ചെയ്യുന്നില്ല സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യുന്നില്ല. പിന്നെ എയ്ഡഡ് സ്കൂളുകളിലേക്ക് 1:1 നടപ്പിലാക്കണം. അതായത് ഒരാളെ മാനേജ്മെൻറ്റ് വെക്കുമ്പോൾ ഒരാളെ സർക്കാർ വെക്കട്ടെ എന്നുള്ളൊരു പോളിസിയൊക്കെ കുറേ കാലമായിട്ട് പറയുന്നതാണ്. പക്ഷെ അതൊന്നും എയ്ഡഡ് സ്കൂളുകളിൽ നടപ്പിലാവുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ തിരുവനന്തപുരം സ്കൂളിൽ മാനേജ്മെൻറ്റ് സ്കൂളിൽ നിന്ന് എയ്ഡഡ് സ്കൂളിൽ നിന്ന് പോസ്റ്റ് പോയപ്പോൾ അവരെ പുനർവിന്യസിച്ചത് സർക്കാർ സ്കൂളുകളിലാണ്. നേരത്തെ ഇവിടെ ന്യൂ HSS നെല്ലിമൂട് എന്ന് പറയുന്ന ഒരു സ്കൂള്, ആ സ്കൂളിലെ 4 ടീച്ചേഴ്സിനെ അവരുടെ മാതൃവിദ്യാലയം എന്ന് പറയുന്നത് എയ്ഡഡ് സ്കൂളാണ്. അവരുടെ പോസ്റ്റ് പോയപ്പോൾ അവരെ പുനർവിന്യസിച്ചത് സർക്കാർ സ്കൂളുകളിലേക്കാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്കാവാം, തിരിച്ച് അങ്ങോട്ടേക്ക് ഒരു നിയമനം പോലും നടത്താൻ പാടില്ല എന്ന് പറയുന്നത് എയ്ഡഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സർക്കാരിൻ്റെ നയം തന്നെയാണ്. അത് തിരുത്തപ്പെടണം. ഈ 2 ആവശ്യങ്ങളാണ് മെയിനായിട്ട് ഈ ഉദ്യോഗാർത്ഥികൾ ഉന്നയിക്കുന്നത്. കാരണം അവർ പഠിച്ച് രാപ്പകലുകൾ കളഞ്ഞ് അത്രത്തോളം കഠിനാധ്വാനം ചെയ്ത് വന്നിട്ട് അവർക്ക് ജോലിയില്ല എന്ന് പറയുമ്പോൾ അവർ പലരും സൂയിസൈഡിനെ കുറിച്ച് വരെ ആലോചിക്കുന്നു എന്നുള്ള അവസ്ഥയിലാണ്. അത് വളരെ ദയനീയം തന്നെയാണ്. കാരണം നമ്മുടെ സംവിധാനം ഒരിക്കലും ഈ രീതിയിലാവാൻ പാടില്ല. ഇത്രയും 21 മെമ്പേഴ്സിനെ വെച്ച്
PSC എന്ന് പറയുന്ന ഒരു സംവിധാനം ഇവിടെ കൊണ്ടുപോകുമ്പോൾ ഏകദേശം 3 ലക്ഷത്തിന് മുകളിലാണ് ഒരു PSC മെമ്പർ സാലറി വാങ്ങുന്നത്. ഇവിടെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ആദ്യം സാലറി കുറച്ചു കൊണ്ടുവരട്ടെ. കാരണം നമ്മുടെ പ്രധാനമന്ത്രിയുടെ സാലറി പോലും 2,80,000, അതിനു മുകളിലാണ് ഇവിടുത്തെ ഒരു PSC മെമ്പറുടെ സാലറി. 3 ലക്ഷത്തിന് മുകളിൽ സാലറി വാങ്ങുന്ന 21 മെമ്പേഴ്സിനെ ഇവിടെ കെട്ടിപ്പൂട്ടി വെച്ചേക്കുക. എന്നിട്ടും അതിൻ്റേതായിട്ടുള്ള ഒരു ക്വാളിറ്റി എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ PSCയിലേക്ക് വരുന്നില്ല. തികച്ചും 100 ചോദ്യങ്ങൾ തയ്യാറാക്കാൻ പോലും, ശരിയായ 100 ചോദ്യങ്ങൾ ശരിയാക്കാൻ പോലും നമ്മുടെ PSCയിൽ ഇപ്പോൾ ആളില്ല എന്നുള്ളതാണ്. ഏത് പരീക്ഷ നടത്തി കഴിഞ്ഞാലും അതിൽ 3ഉം 4ഉം ഡിലീഷൻ, 8ഉം 10ഉം ഡിലീഷൻ. ഈ ചോദ്യങ്ങൾ ഡിലീറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ചോദ്യങ്ങളിൽ പിശകുള്ളത് കൊണ്ടാണ്. അപ്പോൾ പിശകില്ലാത്ത 100 ചോദ്യങ്ങൾ പോലും തയ്യാറാക്കാൻ ഇപ്പോഴത്തെ PSCക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് കഴിവുകേട് തന്നെയാണ്. അതിന് സാമ്പത്തിക ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ ക്വാളിറ്റിയുള്ള ആളുകളെ സെലക്ട് ചെയ്യട്ടെ, എന്നൊരു സംവിധാനം കറക്റ്റ് ആക്കട്ടെ. കൃത്യമായ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്ത് കൃത്യമായി വേക്കൻസികൾ നികത്തപ്പെട്ട് തന്നെ പോകണം എന്നാണ് പറയാനുള്ളത്. ഈ കുട്ടികൾക്ക് അവരുടെ കാലാവധി കഴിയുന്നതിന് മുന്നേ പരമാവധി നിയമനം നടക്കണം എന്ന് തന്നെയാണ് വീണ്ടും വീണ്ടും പറയാനുള്ളത്. മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഭാഗത്തുനിന്നുണ്ടായ ആ ഒരു അപമാനത്തിന് ഈ കുട്ടികൾ എന്ത് പിഴച്ചു? അവർ പഠിച്ച് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ട് അവർക്ക് കിട്ടേണ്ട ഒരു ജോലിയല്ലേ അവരോട് ചോദിച്ചത്, എന്നിട്ട് അവർക്ക് ഒരിക്കലും പ്രതീക്ഷ വരാത്ത രീതിയിൽ അവരെ തിരിച്ചയച്ചു എന്ന് പറയുന്നത് വളരെ മോശം തന്നെയാണ്. മുൻപ് CPO റാങ്ക് പട്ടികയിൽ വന്ന ഉദ്യോഗാർത്ഥികളുടെ സമരത്തിനും താങ്കൾ വന്നിരുന്നു. അന്ന് സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നിലപാട് പൊതുജനങ്ങൾക്കും നമുക്കെല്ലാവർക്കും അറിയാം. ആ ഒരു നിലപാടിലേക്ക് ഈ ഒരു സമരത്തോടും UDF സർക്കാർ നീങ്ങുകയാണോ എന്നുള്ള ചോദ്യമാണ്. അതെ, അതായത് നമ്മളെ ഉദ്യോഗാർത്ഥികളാണെങ്കിലും വളരെ പ്രതീക്ഷയോടുകൂടിയാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഇലക്ഷനൊക്കെ വരുമ്പോൾ അതിനെ കാണുന്നത്. കാരണം നിലവിലുള്ള സംവിധാനം മാറുമെന്ന പ്രതീക്ഷ തന്നെയാണ്. പക്ഷേ ഈ രീതിയിലാണ് പോക്കെങ്കിൽ അവിടെ ഇടതു മാറിയാലും വലതു മാറിയാലും പ്രത്യേകിച്ച് അവിടെ കുട്ടികൾക്ക് മാറ്റമൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഈ സമരത്തിൽ. CPO സമരം നമ്മൾ കണ്ടു, അത് കഴിഞ്ഞിട്ട് LDCയുടെ സമരം കണ്ടു, മുമ്പ് LGS സമരം കണ്ടു. ഇതേ LP-UP കുട്ടികൾ തന്നെ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്തും സമരത്തിൽ കണ്ടു. വീണ്ടും ഒരു ഗവൺമെൻറ് മാറിയിട്ടും അതേ കുട്ടികൾ ഇവിടെ വന്ന് സമരം ചെയ്യണം എന്ന് പറയുമ്പോൾ ആരൊക്കെ ഭരിച്ചാലും ഉദ്യോഗാർത്ഥികൾക്ക് ഇവിടെ വന്ന് കുത്തിയിരുന്ന് സമരം ചെയ്യേണ്ട ഗതികേട് തന്നെയാണ്. അതിൽ ഒരു മാറ്റവുമില്ല എന്ന് വരുമ്പോൾ പിന്നെ അവിടെ സംവിധാനം മാറിയതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. വളരെ നന്ദി. കേരളത്തിലെ പ്രമുഖ PSC പരീക്ഷയ്ക്ക് കോച്ചിങ് നൽകുന്ന അധ്യാപകനായ കോഴിക്കോട് സ്വദേശിയായ മൻസൂർ മാഷാണ് നമ്മളോട് പ്രതികരിച്ചത്. അതായത് ഭരണ സംവിധാനം എങ്ങനെ മാറിയിട്ടും എന്ത് കാര്യം എന്നുള്ള ചോദ്യമാണ്. ഉദ്യോഗാർത്ഥികൾ നിരന്തരം ജോലിക്ക് വേണ്ടി സമരം ചെയ്യേണ്ട സാഹചര്യം, PSC പരീക്ഷ എഴുതി മുട്ടുകുത്തി മണ്ണ് വാരിത്തുന്ന് സമരം ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഭരണകൂടം ഏതു തന്നെ ആയാലും ഉദ്യോഗാർത്ഥികളുടെ വിഷയം പരിഗണിക്കാതെ മുന്നോട്ട് പോയാൽ അത് അവരുടെ രാഷ്ട്രീയ ഭാവിയെയും കേരളത്തിൻ്റെ ഭാവിയെയും അടക്കം ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.